എമിലി റോസിൻ്റെ എക്സോസിസം എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അതിനകത്ത് എമിലി റോസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ എത്ര ശ്രമിച്ചിട്ടും എക്സോസിസം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ പിശാചുകൾ ആ കുട്ടിയുടെ മേലുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ പിശാചൊന്നും അവരെ വിട്ട് പോകുന്നില്ല. അങ്ങനെ ആ കുട്ടി മരണപ്പെടുകയാണ്. അതൊരു കേസായി മാറുകയാണ്. ആ കേസ് ആയതിനു ശേഷം അവസാനത്തെ ഹിയറിങ് ആ പുരോഹിതനെ ശിക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതിന് അവസാനത്തെ ഹിയറിങ് സമയമാണ്. അപ്പോൾ ആ പുരോഹിതന് വേണ്ടി വാദിക്കുന്നത് ഒരു വക്കീലാണ്. ആ വക്കീല് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എവിഡൻസ് ഒന്നും പറയാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. ഈ പുരോഹിതന് വേണ്ടി വാദിക്കുന്ന വക്കീല് ഈ പുരോഹിതന് വേണ്ടി എന്താണ് സംസാരിക്കുക? പുരോഹിതന് ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 മണി സമയത്തൊക്കെ ആയിട്ടാണ് അനുഭവങ്ങൾ. ഞാൻ കുറേ നാൾ മുമ്പാണ് ആ സിനിമ കണ്ടത്. അപ്പം അതിനകത്ത് അവസാനം ഈ പുരോഹിതന് മനസ്സിലാകും ഈ വക്കീലിന് എന്തോ ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട് ഈ ഈവിൾ സ്പിരിറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ നാളെ മുമ്പ് കണ്ടിട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഡാർക്ക് വേൾഡിനെ കുറിച്ച് നോളജ് കിട്ടിയില്ലേ, അത് നിങ്ങളെ വെറുതെ വിടില്ല. അതായത് അത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ സ്പിരിറ്റ്സിനെ കുറിച്ച്, അന്ധകാരത്തെക്കുറിച്ച്, പൈശാചിക ലോകത്തെക്കുറിച്ചൊക്കെ നോളജ് കിട്ടുന്നത് ഒരു അപകടം പിടിച്ച നോളജാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കിത് പറയാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ കർത്താവിനെ പ്രതി ഞാൻ പറയുവാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ മോശം ഒരു ഉപദ്രവിക്കപ്പെടുന്ന തരത്തിലുള്ള പലതരം അനുഭവങ്ങൾ എനിക്ക് വളരെ ചെറുപ്പം മുതൽ പല കാലഘട്ടങ്ങളിലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് എനിക്ക് എപ്പോഴും ദുസ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് അശുദ്ധമായ സ്വപ്നങ്ങൾ. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും ഒരു അശുദ്ധമായ കാര്യം കാണുകയോ ഒരു പോൺ വീഡിയോ കാണുകയോ ബ്ലൂ ഫിലിം എന്നൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു ഇതൊന്നും കാണുമെന്ന് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വളരെ ടീനേജാണ്. എനിക്കിതൊന്നും അവൈലബിൾ ആവുമോ അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഒന്നുമില്ല. പക്ഷെ എന്തോ ഒരു തരം അശുദ്ധമായ കുറേ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ട്. അതിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും കുറവാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് എന്ത് മാറ്റം വന്നെന്ന് എനിക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ലല്ലോ. പക്ഷെ അറിയില്ല, വല്ലാത്ത ഒരു 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 സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാമായിരുന്നു. ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ആ പാപം അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് തന്നെ എപ്പോഴും ഭയങ്കര ലൗഡ് നോയ്സാണത്. നമുക്ക് ദൈവത്തിൻ്റെ സ്വരം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് വോയിസ് ആണ്, ഒരു പതിഞ്ഞ സ്വരമാണ്. പക്ഷെ ഇത് ഭയങ്കര ലൗഡ് വോയിസ് ആണ്. ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്നാലോ ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്തോ ഒരു സ്വരം ഇങ്ങനെ വന്ന് എന്തൊക്കെയോ പറയുന്ന പോലെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലത്തെ എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടാകുമായിരുന്നു. സോ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു എൻ്റേതും. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഈ അശുദ്ധ പാപത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ഒരു സ്വഭാവത്തിന് ഒരു നല്ല വ്യക്തിയാകാൻ അനുവദിക്കാതിരിക്കുക, ആത്മവിശ്വാസം തരാതിരിക്കുക, കുറ്റപ്പെടുത്തലിൻ്റെ സ്പിരിറ്റ്സ് നമ്മളെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. പിന്നെ എൻ്റെ വീട്ടിൽ കാര്യമായിട്ടുണ്ടായിട്ടില്ല, എന്നാലും ചെറിയ തോതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയും, ആത്മഹത്യയുടെ സ്പിരിറ്റ്. ഇങ്ങനെ പലതരം അന്ധകാര ശക്തികളുടെ പ്രസൻസ് ഐ എക്സ്പീരിയൻസ്ഡ് എൻ്റെ ചൈൽഡ്ഹുഡിലും ആണെങ്കിലും ടീനേജിലാണെങ്കിലും എന്നെ ചുറ്റിപ്പറ്റി അത് നിൽക്കണ പോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഒരു കുട്ടിയെ അത് ചുറ്റിപ്പറ്റി നിൽക്കണമെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ല അത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. മറിച്ച് ആ കുഞ്ഞിൻ്റെ ഓണേഴ്സ്, ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ അവരടങ്ങുന്ന ഫാമിലി ബ്രാഞ്ചിൽ എവിടെയെങ്കിലും ഈ പിശാചിന സ്വാധീനത്തിന് എസ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയിലൂടെ പിശാചിന് കിട്ടിയ അധികാരം വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ആക്രമിക്കുന്നത്. അപ്പോൾ പൈശാചിക ലോകം എന്ന് പറയുന്നത് തലമുറകളെ ചൂഷണം ചെയ്യുന്ന ഒരു ലോകമാണ്. ചില കുടുംബങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവർ പുരോഗതിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവർ പിശാചിന് എസ് പറഞ്ഞവരായിരിക്കും, കൂടോത്ര മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം അവർ ഐശ്വര്യം പ്രാപിക്കുന്നത്. പക്ഷെ അവരെ പിശാച് വളർത്തുന്ന പോലെ നമുക്ക് തോന്നും. അത് നമ്മൾ ഭയങ്കര സന്തോഷിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും ദുരിതങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെന്ന് കരുതി സന്തോഷിക്കരുത്. ഇതിനൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഒന്നെങ്കിൽ പിശാച് ഒരുപാട് വളർത്തും, അതിനുശേഷം ഒറ്റ അടിവേരടക്കം അങ്ങ് വെട്ടിക്കളയുന്ന രീതിയിലൊരു അനുഭവം തരും, ഒരു തകർച്ച തരും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തകർച്ചകൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തിൽ എല്ലാ കാലത്തും ഒരു അസ്വസ്ഥത നിലനിർത്തും. സമാധാനത്തിലേക്ക് വരാൻ പിശാച് നിങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങളുടെ കുട്ടികൾ അകാരണമായിട്ട് ഉപദ്രവിക്കപ്പെടും. ഒരു ഗതി പിടിക്കാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു വഷളത്തരം അല്ലെങ്കിൽ ഒരു തഴക്കദോഷമുള്ള, ഒരു സ്വഭാവ വൈകല്യമുള്ള കുട്ടികളാകും. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ. ചിലപ്പോൾ ഒരു അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തെ തേടി വരില്ല. മറിച്ച് പിശാച് അനുവദിക്കുന്ന കുറച്ച്
കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ നന്മയാണ്, ദൈവാനുഗ്രഹമാണ്. ചിലപ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്നില്ല. പിശാചിനും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഏതോ ഒരു കെട്ട് നിഷ്കളങ്കരായ കുട്ടികളെ പോലും തേടി വന്നു എന്ന് പറയാനാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ഒരുപാട് നാൾ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം ഒരു ഡാർക്ക്നെസ്, ഒരു തരം പൈശാചികമായ ഒരു രൂപമോ, ഒരു മൃഗം, ഏതോ ഒരു മൃഗം, വല്ലാതെ അലറി വിളിക്കുന്ന ഒരു മൃഗം സ്വപ്നത്തിൽ വരുമായിരുന്നു. സോ ഇതിനൊക്കെ നിങ്ങൾ മറ്റൊരു രീതിയിൽ എടുത്താൽ മാനസിക പ്രശ്നമാണെന്നൊക്കെ കരുതാം. പക്ഷെ ഞാൻ സ്വപ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ, അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലോ. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രൗഡാണ് നിങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ യേശുവിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പിശാചിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്നത്തെ ഒരുപാട് വർഷങ്ങൾ ഉറങ്ങാൻ പറ്റാതെ, പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വന്ന സമയത്ത് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം അശുദ്ധമായ കാര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഒരു ഭീകരമായുള്ള രൂപങ്ങൾ ഒക്കെ ഇങ്ങനെ വരുമായിരുന്നു. അതുമാത്രമല്ല, ആ ചുറ്റുപറ്റും ആ പിശാചിൻ്റെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പാപത്തിലുള്ള ഒരു മോശം വ്യക്തിയോടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകാനോ, തിന്മ നമ്മളിലേക്ക് വരും, തിന്മയുടെ ഉപദ്രവം ഉണ്ടാകുന്നു മനുഷ്യരിലൂടെ. നമ്മൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് മാത്രം പ്രശ്നം ഉണ്ടാവും. 10 പേര് അവിടെ ഉണ്ടാവും, 9 പേരെയും പിശാച് ഒന്നും ചെയ്യുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഉപദ്രവിക്കുക. കാരണം ഇതിന് എവിടെ നിന്നോ ഒരു അധികാരം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ മേലെ, നമ്മുടെ സോളിൻ്റെ മേലെ ഇതിനൊരു അധികാരം കിട്ടിയിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ബിലോങ്സ് ടു ഗോഡ് ആണെങ്കിലും മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്താൽ മാത്രമേ എനിക്ക് യേശുവിൻ്റെ അധികാരത്തിലേക്ക് വരാൻ പറ്റൂ. ഞാൻ എൻ്റെ മക്കൾ പ്രായപൂർത്തിയായി അവർ വ്യക്തിപരമായ ക്രിസ്തുവിനെ അനുഭവിച്ച് അവർ ക്രിസ്തുവിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അവർക്കും ക്രിസ്തുവിനും തമ്മിലുള്ള ആ ബന്ധത്തിലേക്ക് വരാൻ അത് കണക്റ്റഡ് ആവുന്നുള്ളൂ. അവർ മാമോദീസ സ്വീകരിച്ചവരാണ്, അവർ ക്രിസ്തുവിൻ്റെ ആണ്. അതൊരു ബേസിക് ഉണ്ടെങ്കിലും ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഏറ്റു പറയണം, അതിനെ ഏറ്റു പറയണം. അതല്ലാതെ മാമോദീസ വെള്ളം വീണിട്ടുണ്ട്, നമുക്കൊരു സംരക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും അത് ഏറ്റു പറയാനുള്ള മാനസികമായ അനുഭവത്തിലേക്ക് അവർ വരണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ലാതെ ഞാൻ കുറേ പള്ളി വിട്ടതുകൊണ്ടും കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും അവർക്കൊരു ബന്ധം ഉണ്ടാവും. പക്ഷെ അവർ ആന്തരികതയിൽ അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറയണം. അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക് അവർ വരിക. പിന്നെയാണ് അവരും യേശുവും തമ്മിലുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുള്ളൂ എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വിവാഹം കഴിക്കരുത്. അപ്പം മോറൽ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ പാപത്തിലായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിൽ പോയിരുന്നു, മോശമായ വഴിക്കാണ് പണം സമ്പാദിച്ചിട്ടുള്ളത്, ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, കരുണയില്ലാത്ത ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഇത് 2 രീതിയിൽ പറയാം. ഒന്ന്, നിങ്ങൾ അതിൻ്റെ ഒന്നും ഭാഗമാവേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പുതിയ വ്യക്തിയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് വന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല വന്നത്, നിങ്ങൾക്ക് ഫാമിലി ബ്രാഞ്ച് മാത്രമല്ല ഉള്ളത്, മറിച്ച് നിങ്ങൾക്കൊരു സ്വർഗത്തിലൊരു അപ്പനും അമ്മയും ഒരു പ്രത്യേക ദൈവവും ഉണ്ട്. സോ നിങ്ങൾ പ്രത്യേക ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യരാണെന്ന നിലയ്ക്ക് ഇതൊന്നും നിങ്ങളുടെ തലയിൽ ഒരു കിരീടം പോലെ ഈ പാരമ്പര്യത്തിൻ്റെ ഈ പാപങ്ങൾ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ല. മറിച്ച് ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. പ്രത്യേക ദൈവം നിങ്ങൾ കണക്റ്റഡ് ആവണം പ്രത്യേക ദൈവത്തിൽ. പിന്നെ അവിടെ നിന്നാണ് നിങ്ങളെ പരിപാലിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു യുദ്ധമാണ്. അതായത് സപ്പോസ് ഇപ്പോൾ അല്ലാം അപ്പൻ്റെ അമ്മയുടെ തലയിൽ ഇടണ്ട. വൺസ് എനിക്കിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തഴക്ക ദോഷങ്ങളുണ്ട്, എന്നിൽ അശുദ്ധിയുണ്ട്, എനിക്ക് പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. എവിടെ നിന്നോ വേണമെങ്കിലും വരട്ടെ. ഇപ്പം എന്തോ ഒരു രോഗം, നമ്മൾ എവിടെയോ ഒരു സിനിമയ്ക്ക് പോയി, ഇല്ലെങ്കിൽ നമ്മളൊരു പാർക്കിൽ പോയി, അപ്പോൾ അവിടെ ആർക്കോ ഒരു ജലദോഷം ഉണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് നമുക്ക് ജലദോഷം കിട്ടി. അപ്പോൾ അവരുടെ തലയുടെ നീ കാരണമാണ് എനിക്ക് ജലദോഷം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചികിത്സിക്കണം. അപ്പോൾ എനിക്ക് ഒരു തഴക്കദോഷമുണ്ട്, എന്നിൽ അശുദ്ധിയുണ്ട്, എന്നിൽ പാപത്തിനോടുള്ള ചായവുണ്ടെങ്കിൽ ഞാൻ എന്നെ ചികിത്സിക്കണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. എൻ്റെ അപ്പനും അമ്മയും വഴിതെറ്റിയത്, എൻ്റെ അപ്പം മദ്യപിക്കുന്നത് കൊണ്ട് ഞാനും മദ്യപിക്കും എന്ന് പറയുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഞാനത് ചെയ്യാൻ പാടില്ല എന്ന ബോധം എനിക്കുണ്ടാവണം. അത് എനിക്കുണ്ട്. അത് നിങ്ങൾക്ക് ലോകത്തിൽ ഉണ്ടാവാനും നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷെ ലോകത്തിൻ്റെ നോക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള പാപങ്ങളുണ്ട് കേട്ടോ. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനിൽ നിന്ന് വന്നു, അമ്മയിൽ നിന്ന് വന്നു എന്നൊന്നും പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഒഴികഴിവും ഇല്ല. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിലെ പിശാചിനോടുള്ള പോരാട്ടം. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പിശാച് ഉണ്ടെന്ന തിരിച്ചറിവ്, എനിക്കതിനെ പേടിയായിരുന്നു കുറേ നാൾ. എൻ്റെ ഉള്ളിലൊരു പിശാചുണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. കാരണം അത് വിശുദ്ധമല്ലാത്ത പല കാര്യങ്ങളുടെ സ്വാധീനമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ജനിച്ചിട്ട് വളരുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. പാപം എല്ലാ മനുഷ്യരിലും ഉണ്ട്, തിന്മ എല്ലാ മനുഷ്യരിലും ഉണ്ട്, തിന്മയുടെ പിശാച് എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മളെല്ലാവരിലും ഒരു മാലാഖയും പിശാചുണ്ട്. പിന്നെ ചില മനുഷ്യരിൽ പിശാച് അത്ര സ്ട്രോങ് ആയിരിക്കില്ല, കാരണം അവരുടെ ഫാമിലി എല്ലാം വളരെ കുറച്ചും കൂടെ ദൈവമുഖമായിട്ട് തലമുറകളായിട്ട് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒന്നുമല്ല, മൊത്തത്തിൽ തകർന്നു കിടക്കുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം.
അങ്ങനെയുള്ളവർക്കാണല്ലോ യേശുവിന് ആവശ്യം. സോ എല്ലാ തരത്തിലും കെട്ടുകളും ബന്ധനങ്ങളും പാപത്തിന്റെ സ്വാധീനങ്ങളും ഒക്കെ നശിച്ചു കിടക്കുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം. എന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ആ രക്ഷയുണ്ടെന്ന് പറയാനാണ് ദൈവം എല്ലാ തരത്തിലും പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പറയാനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയില്ല എന്ത് ചെയ്തതെന്ന്. ദൈവം തന്നെയാണ് ഇടപെട്ടത്. അതാ പറഞ്ഞ ഇതെല്ലാം സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. ദൈവം ഒരു ആത്മാവിനെ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പക്ഷേ കോൺവെന്റ് സ്കൂളൊക്കെ പഠിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നതുകൊണ്ടായിരിക്കാം. എവിടെ നിന്നോ എൻ്റെ തലയിൽ ദൈവത്തിനോടുള്ളൊരു ചായ്വ് ഉണ്ടാകുന്നു. വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു തന്നതല്ല. പിന്നെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആത്മാവിൽ അനുഭവിച്ചിട്ട് യേശുവിനെ ഏറ്റുപറയണം. എന്നെങ്കിൽ മാത്രമേ യേശു എൻ്റെ രക്ഷകനും നാഥനാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പാരമ്പര്യത്തിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു അടിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്, അധികാരത്തിന് കീഴിലുള്ള വ്യക്തി തന്നെയാണ്. സോ എൻ്റെ കുടുംബ സാഹചര്യവും എൻ്റെ സാമൂഹ്യ സാഹചര്യവും ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യവും എല്ലാം പ്രതികൂലമാണെങ്കിലും വൺസ് ഞാൻ യേശു ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ എന്നെ ലീഡ് ചെയ്യുന്നത്, എന്നെ നയിക്കുന്നത്, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എൻ്റെ പുറകിൽ വരുന്നത് ഈ പാരമ്പര്യമല്ല, ക്രിസ്തുവാണ്. അപ്പം എൻ്റെ അപ്പൻ പിന്നെ ക്രിസ്തുവാണ്. അപ്പം ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കെട്ട് അങ്ങോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് പറയുക, യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു. ഇനി മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. എൻ്റെ ഭൂമിയിലെ മാതാപിതാക്കന്മാരല്ല, സ്വർഗത്തിലെ ത്രിത്വൈക ദൈവമാണ് എൻ്റെ ആദ്യത്തെ കുടുംബം. അവിടെ നിന്നും വേരൂന്നിയിട്ടാണ് നിങ്ങൾ ഇനി വളരാൻ പോകുന്നത്. നിങ്ങളുടെ റൂട്ട്സ് നിങ്ങൾ ഭൂമിയിലെ പാരൻസ്, ഭൂമിയിലെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിലെ ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുകുടുംബം, യേശുപിതാവും മാതാവും മാത്രമുള്ളതല്ല, 3 പേരടങ്ങുന്ന തിരുകുടുംബമായ ത്രിത്വൈക ദൈവത്തിലേക്ക് സ്ഥാപിക്കുകയാണ് മനസ്സുകൊണ്ട്. ഇതെല്ലാം മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി, ദൈവം നിങ്ങളെ സഹായിക്കും. സോ പൈശാചിക ലോകത്തെക്കുറിച്ചുള്ള ഒരു ഡാർക്ക് വേൾഡ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ ദൈവം തരും. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എല്ലാം പിശാച എന്ന് പറയരുത്. എല്ലാം പിശാചല്ല. പിശാചിന് ഒരു വാല് മാത്രമേ ഉള്ളൂ, തലയില്ല. തലയൊക്കെ മാതാവ് തകർത്തു. രക്ഷാകര പദ്ധതിയിലൂടെ, യേശുക്രിസ്തുവിൻ്റെ പീഡാസനത്തിലൂടെ പിശാചിൻ്റെ തല തകർക്കപ്പെട്ടു. പിശാചിന് അത്ര അധികാരമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ശക്തിയുണ്ട്. അപ്പം അതിനെ പേടിക്കണ്ട. മറിച്ച് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നിന്നും ശക്തി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കെട്ടുകളോട് പൊരുതണം. നിങ്ങളുടെ കുടുംബത്തിന് പണ്ട് ഈജിപ്തിൽ നടന്നതുപോലെ ഇസ്രായേൽ ജനം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കട്ടളപ്പടികൾ ചെയ്തതുപോലെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ല എങ്കിൽ പാരമ്പര്യത്തിലൊരു പിശാചിൻ്റെ കെട്ടുണ്ടെങ്കിൽ, ഒരു ബന്ധനം ഉണ്ടെങ്കിൽ, പാരമ്പര്യത്തിലൊരു പിശാച് ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണെന്നില്ല, അവരുടെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു പിശാചിന് നിങ്ങൾ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പിശാച് നമ്മുടെ കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല. അത് വെറുതെ ഉപദ്രവിക്കും. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഉപദ്രവിക്കും. അവർ ഇതിൽ അസ്വസ്ഥതകൾ കൊണ്ടുവരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അറിവിൽ ഇതിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അധികാരത്തോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വാക്കുകൾ വരുന്നു, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്, ഒന്ന് ഞാൻ ദൈവത്തെ മക്കൾക്ക് കൊടുക്കണം. വിശ്വാസപരമായ കാര്യങ്ങളെ ഞാൻ മക്കളെ പഠിപ്പിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഞാൻ അവർക്ക് യേശുക്രിസ്തു എന്ന അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യണം. ഒരു അപ്പൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യണം. ആ യേശുക്രിസ്തുവിലേക്ക് അവരെ നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്. നമുക്കൊരിക്കലും അവരെ രക്ഷിക്കാൻ പറ്റില്ല. അവരെ രക്ഷിക്കേണ്ടത് ക്രിസ്തുവാണ്. സോ അവരെ രക്ഷിക്കാൻ വേണ്ട സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യേശു എന്ന അനുഭവത്തിലേക്ക് അവർ വരുന്നു. ആ അനുഭവത്തിൽ നിന്നും അവർ ദൈവാത്മാവുമായി കണക്റ്റഡ് ആവുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുകളും തകർക്കപ്പെട്ട് അവർ ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നു. പിന്നെ ക്രിസ്തു അവരെ പരിപാലിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ എടുത്ത് പഠിക്കണം. വീട്ടിൽ എപ്പോഴും പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കരുത്. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കരുത്. വീട്ടിൽ ഒരാളെങ്കിലും ദൈവത്തോട് ചായ്വുള്ളവരായിരിക്കണം. ബാക്കി നിങ്ങൾ ഒരാളെ പണം ഉണ്ടാക്കാൻ ഏൽപ്പിക്കും, ഒരാളെ വേറെ എന്തെങ്കിലും ഏൽപ്പിക്കും. കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്താ പറയുക, പതുക്കെ ഇതായി പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരാൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ പിശാച് ഇടപെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യമതസ്ഥരെ വിവാഹം കഴിക്കുക, ആവശ്യമില്ലാത്ത പാപങ്ങളിൽ ചെന്നുപെടുക, ശാരീരിക വിശുദ്ധിക്കെതിരായ പാപങ്ങൾ, ആത്മാവിനെതിരായ പാപങ്ങൾ, ഇതിലോട്ടൊന്നും ചെന്നുപെടാതെ നമ്മുടെ മക്കൾ നശിപ്പിക്കാനുള്ള ഒരു ലോകം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ബോധമുണ്ടാവണം. അതിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ദർ ഇസ് എ സ്ട്രോങ് വേൾഡ്. ഒരു സ്ട്രോങ് വേൾഡ്, ശക്തമായൊരു പൈശാചിക ലോകം എതിർക്കുന്നുണ്ട് ഇതിനൊക്കെ. നമ്മുടെ മക്കൾ രക്ഷപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കൾ പാപത്തിൽ വീഴാൻ, നമ്മുടെ മക്കളുടെ ജീവൻ വെച്ചാൽ പാപം അവരെ പിന്നീട് ഏത് അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്ന അറിയില്ല. പാപത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ടല്ലോ, പാപത്തിന് അതിൻ്റെതായ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിലൊന്നും പെടാതിരിക്കാൻ ഒരു ലോകം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയാൽ മതി. പ്രാർത്ഥിക്കത്തുമില്ല, ദൈവവിശ്വാസത്തിലേക്ക് പോകത്തുമില്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾ ആക്രമിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.